നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ് അല്ലേ? കേരളമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിൽ രണ്ടാമതായിട്ട് ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ഏതാണ്? ഇന്ത്യയിൽ രണ്ടാമതായിട്ട് ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ഏതായിരുന്നു? തിരുവിതാംകൂർ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ്, തിരുവിതാംകൂർ ആണ്. ഇന്ത്യയിൽ രണ്ടാമതായിട്ട് നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഒന്നാമത് ചോദിച്ചാൽ അത് മൈസൂരാണ്. മൂന്നാമത്തെ ചോദ്യം: തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ഏതാണ്? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം എന്ന 1888 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. നാലാമത്തെ ചോദ്യം: തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ മുൻകൈയെടുത്ത ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂറിലെ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത ദിവാൻ ചോദിച്ചാൽ ആരാ? ടി രാമറാവു ആട്ടോ. ഓപ്ഷൻ സി ആണ്, ടി രാമറാവു ആണ്. അഞ്ചാമത്തെ ചോദ്യം: തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാ? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാ? ശ്രീമൂലം തിരുനാളാണ്. ഓപ്ഷൻ സി ആണ്, ശ്രീമൂലം തിരുനാളാണ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ചോദിച്ചാൽ ആരാ? ശ്രീമൂലം തിരുനാളാണ്. ആറാമത്തെ ചോദ്യം: കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം എന്ന 1923 കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ രണ്ടാമതായിട്ട് നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് ഏത്? തിരുവിതാംകൂർ. ഏത് വർഷമായിരുന്നു തിരുവിതാംകൂറിൽ വന്നത്? 1888 തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത്. കൊച്ചിയിൽ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1923. ഏഴാമത്തെ ചോദ്യം: കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ്? കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ വ്യക്തി ചോദിച്ചാൽ ആരാ? പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ഓപ്ഷൻ ഡി ആണ്, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ വ്യക്തി ചോദിച്ചാൽ ആരാ? പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. എട്ടാമത്തെ ചോദ്യം: മലബാറിലുള്ളവർക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭ ഏതാണ്? മലബാറിലുണ്ടായിരുന്നവർക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭ ഏതായിരുന്നു? മദ്രാസ് നിയമനിർമ്മാണ സഭയാണ്. ഓപ്ഷൻ ബി ആണ്, മദ്രാസ് നിയമനിർമ്മാണ സഭയാണ്. ഒൻപതാമത്തെ ചോദ്യം: തിരുവിതാംകൂറിൽ പുതുതായിട്ട് രൂപം കൊണ്ട നിയമനിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളിച്ച വർഷം ഏതാണ്? തിരുവിതാംകൂറിൽ പുതുതായിട്ട് രൂപം കൊണ്ട നിയമനിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളിച്ച വർഷം ഏത് വർഷമായിരുന്നു? 1948 മാർച്ച് 20. 1948 മാർച്ച് 20. പത്താമത്തെ ചോദ്യം: തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? പട്ടം താണുപിള്ള അല്ലെ? പട്ടം താണുപിള്ളയാണ്. പനമ്പള്ളി ഗോവിന്ദ മേനോൻ എവിടെയായിരുന്നു? കൊച്ചിയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ആരാ? അത് പട്ടം താണുപിള്ളയാണ്. ഈ തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാണ്? തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ചോദിച്ചാൽ ഏതാ? 1949 ജൂലൈ 1 അല്ലെ? ഓപ്ഷൻ ഡിയിലാണുള്ളത്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. ഇനി 12ാമത്തെ ചോദ്യം: തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ രാജപ്രമുഖ ആരായിരുന്നു? തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ രാജപ്രമുഖ ചോദിച്ചാൽ ആരാ? ശ്രീ ചിത്തിര തിരുനാൾ ആട്ടോ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഓപ്ഷൻ സി ആണ്, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ രാജപ്രമുഖ ചോദിച്ചാൽ ആരാ? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 13ാമത്തെ ചോദ്യം: തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി? പറവൂർ ടി കെ നാരായണ പിള്ളയാണ്. ഓപ്ഷൻ ഡി ആണ്, പറവൂർ ടി കെ നാരായണ പിള്ള. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? പറവൂർ ടി കെ നാരായണ പിള്ള. 14ാമത്തെ ചോദ്യം: തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? അതാരാ? പനമ്പള്ളി ഗോവിന്ദ മേനോനാട്ടോ. ഓപ്ഷൻ സി ആണ്, പനമ്പള്ളി ഗോവിന്ദ മേനോൻ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ?
പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. 15ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാ? 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാട്ടോ. 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ് കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി 16ാമത്തെ ചോദ്യം, കേരളത്തിലെ 1ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ 1ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം എത്രയാ? 60 സീറ്റുകളാണ് ആർക്ക് ലഭിച്ചത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത്. 17ാമത്തെ ചോദ്യം, 1ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു? 1ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു? എത്രയാ? 114 ആട്ടോ. എത്രയാ? 114 മണ്ഡലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭ, അതായത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ കോൺഗ്രസ് ഇതര മന്ത്രിസഭ നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? കേരളമാട്ടോ. സംസ്ഥാനമാണ് ചോദ്യം. സംസ്ഥാനം ഏതാ? കേരളമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 1ാം മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏതാണ്? കേരളത്തിൽ 1ാമത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഏത് വർഷം? 1957 ഏപ്രിൽ 5നാട്ടോ. ഏപ്രിൽ 5നാണ്. 1957 ഏപ്രിൽ 5നാണ് 1ാം മന്ത്രിസഭ നിലവിൽ വന്നത്. 20ാമത്തെ ചോദ്യം, 1ാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 1ാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 11 മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. 11 മന്ത്രിമാര്. 21ാമത്തെ ചോദ്യം, 1ാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 1ാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ? 6 വനിതകളായിരുന്നു 1ാമത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. ഇനി 22ാമത്തെ ചോദ്യം, ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അതായത് EMS ജനിച്ച വർഷം ഏതാണ്? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS ജനിച്ച വർഷം ചോദിച്ചാൽ ഏതാ? 1909 1909 ആര് ജനിക്കുന്നത്? EMS ജനിക്കുന്നത്. 23ാമത്തെ ചോദ്യം, EMS ജനിച്ച സ്ഥലം ഏതാണ്? EMS ജനിച്ച സ്ഥലം ഏതാണ്? എവിടെയായിരുന്നു? പെരിന്തൽമണ്ണ അല്ലെ? ഓപ്ഷൻ ബി ആണ്. പെരിന്തൽമണ്ണയിലാണ് ആര് ജനിക്കുന്നത്? EMS ജനിക്കുന്നത്. 24ാമത്തെ ചോദ്യം, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ? EMS ആണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി ചോദിച്ചാലും ആര് തന്നെയാണ്? EMS നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാലും ആര് തന്നെയാ? EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? EMS എന്താ? EMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് അല്ലെ? EMS ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ജനിച്ച വർഷം പറഞ്ഞു നമ്മൾ 1909. എവിടെയാണ് ജനിച്ചത്? പെരിന്തൽമണ്ണയിലാണ് ജനിക്കുന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് EMS. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ആര് തന്നെയാ? EMS ആണ്. ഇനി 28ാമത്തെ ചോദ്യം, EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയ വർഷം ഏതാണ്? EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയ വർഷം ഏതാണ്? എന്നാ 1934. EMS കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയ വർഷമാണ് 1934. 29ാമത്തെ ചോദ്യം, EMS രണ്ടാം തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? EMS രണ്ടാമതായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വർഷം ഏതാണ്? ഏത് വർഷം രണ്ടാമതാകുന്നത്? നേരെ 10 വർഷം കഴിഞ്ഞിട്ട് 1967 ആട്ടോ. 1967 EMS രണ്ടാമത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നത്. 30ാമത്തെ ചോദ്യം, EMS പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം ഏതാണ്? EMS പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടം ചിലപ്പോൾ ചോദിക്കാം. ഏതാ കാലഘട്ടം? 60-64 അതുപോലെ 70-77 രണ്ട് കാലഘട്ടത്തിലാണ് ആര്
പ്രതിപക്ഷ നേതാവാകുന്നത്? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന കാലഘട്ടം. 60 മുതൽ 64 വരെയും അതുപോലെ 70 മുതൽ 77 വരെയും ആരായിരുന്നു? EMS ആയിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇനി 31ാമത്തെ ചോദ്യം, 1935 KPCCയുടെ സെക്രട്ടറി ആരായിരുന്നു? 1935 KPCC അതായത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാന്ന് വെച്ചാൽ EMS ആയിരുന്നു. ഓപ്ഷൻ എ ആണ്, EMS ആയിരുന്നു. 32ാമത്തെ ചോദ്യം, EMSന്റെ ആത്മകഥയുടെ പേരെന്താ? EMSന്റെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ചോദിച്ചാൽ ഏതാ? ആത്മകഥ എന്ന് തന്നെയാണ്. 33 EMS അന്തരിച്ച വർഷം ഏതാണ്? EMS അന്തരിച്ച വർഷം എന്ന 1998 മാർച്ച് 19 ഓപ്ഷൻ എ ആണ്. 1998 മാർച്ച് 19 ആരന്തരിക്കുന്നത്? EMS അന്തരിക്കുന്നത്. 34 EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രം ഏതാണ്? EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പത്രം ഏതാ? പ്രഭാതമാണ്. ഓപ്ഷൻ എ ആണ്, പ്രഭാതമാണ്. EMSന്റെ പത്രം ചോദിച്ചാൽ ഏതാ? പ്രഭാതമാണ്. 35 കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞു ആരാ? EMS ആണ്. 36ാമത്തെ ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരള മുഖ്യമന്ത്രി ചോദിച്ചാൽ ആദ്യത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? EMS ആണ് അല്ലെ? EMS ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? EMS ആണ്. ഇനി ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കുറച്ചു കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരാ? CH മുഹമ്മദ് കോയ CH മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചു കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? CH മുഹമ്മദ് കോയ. 38ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ചോദിച്ചാൽ അതാരാ? EK നായനാരാട്ടോ. ആരാ? EK നായനാര്. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ചോദിച്ചാൽ ആരാ? EK നായനാരാണ്. 39ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായിട്ട് ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ഡയസ്നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ആരായിരുന്നു? അത് C അച്യുത മേനോനാണ്. ഓപ്ഷൻ എ ആണ്, C അച്യുത മേനോനാണ്. 40ാമത്തെ ചോദ്യം, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാ? തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ചോദിച്ചാൽ അതാരാ? അത് നമ്മുടെ പിണറായി വിജയനാണ്. അപ്പൊ നമ്മൾ ഇതേ രണ്ട് ക്വസ്റ്റ്യൻ ഒരേപോലത്തെ പഠിച്ചു. EK നായനാർ എന്താ നമ്മൾ പഠിച്ചത്? ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ചോദിച്ചാൽ EK നായനാരാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചാലോ അത് പിണറായി വിജയനാണ്. ക്വസ്റ്റ്യൻ രണ്ടും വ്യത്യസ്തമാണ്. നോക്കി നോക്കുക. ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചാൽ EK നായനാരും, തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചാൽ അത് പിണറായി വിജയനുമാണ്. 41ാമത്തെ ചോദ്യം, 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? അച്യുത മേനോൻ അല്ലെ? അച്യുത മേനോനാണ്. ഈ സമയത്ത് ആരായിരുന്നു പ്രതിപക്ഷ നേതാവ്? നമ്മൾ പഠിച്ചവരായിരുന്നു EMS ആണ് അല്ലെ? 70 മുതൽ 77 വരെ മുഖ്യമന്ത്രി അച്യുത മേനോനും അതിന്റെ ഓപ്പോസിഷൻ ലീഡർ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ ആരാ? EMSഉം ആയിരുന്നു. 42ാമത്തെ ചോദ്യം, ആദ്യമായിട്ട് ഒരു നിയമസഭയുടെ കാലാവധി തികച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? ആദ്യമായിട്ട് ഒരു നിയമസഭയുടെ കാലാവധി തികച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? അച്യുത മേനോനാണ് കേട്ടോ. അച്യുത മേനോനാണ്. 43ാമത്തെ ചോദ്യം, R ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതാരാ? R ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? PK കുഞ്ഞാട്ടോ. അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന R ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? PK കുഞ്ഞ്. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി? R ശങ്കറാണ് അല്ലെ? R ശങ്കറാണ്. 45ാമത്തെ ചോദ്യം, പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? R ശങ്കർ അല്ലെ? ഓപ്ഷൻ ഡി ആണ്, R ശങ്കർ. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് ആര്? R ശങ്കർ. 46ാമത്തെ ചോദ്യം, 19ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാ? 19ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാത്? പട്ടം താണുപിള്ളയാണ്. ആരാ? പട്ടം താണുപിള്ള. ഓപ്ഷൻ എ ആണ്, പട്ടം താണുപിള്ള. 47ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തി ചോദിച്ചാൽ ആരാ? K കരുണാകരൻ കേട്ടോ. ഓപ്ഷൻ എ ആണ്, K കരുണാകരൻ. ഏറ്റവും കൂടുതൽ തവണയാണ്. ഏറ്റവും കൂടുതൽ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? കരുണാകരൻ.
ഈ 48ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ടത് ആരായിരുന്നു? അത് കെ കരുണാകരൻ തന്നെയാണ്. ആരാ? കെ കരുണാകരനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ടതും ഏറ്റവും കൂടുതൽ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തി ചോദിച്ചാലും ആര് തന്നെയാ? കെ കരുണാകരനാണ്. അതുപോലെ കേരളത്തിൽ നിയമസഭാ കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ നിയമസഭാ കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ചോദിച്ചാലും അത് ആര് തന്നെയാണോ? കെ കരുണാകരനാണ്. അപ്പോൾ 3 കാര്യങ്ങൾ കെ കരുണാകരനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചത്? പിന്നെ ഏറ്റവും കൂടുതൽ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തി, അതുപോലെ ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയം നേരിട്ട വ്യക്തി, അതുപോലെ കേരള നിയമസഭയിൽ കാലാവധി തികച്ച ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഒക്കെ ആര് തന്നെയാണ്? കെ കരുണാകരനാണ്. ഇനി പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരായിരുന്നു? കെ കരുണാകരനാണ്. കെ കരുണാകരൻ. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? കെ കരുണാകരനാണ്. ഇനി 51ാമത്തെ ചോദ്യം, കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചാൽ വി എസ് അച്യുതാനന്ദനാണ്. ആരാ? വി എസ് അച്യുതാനന്ദനാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ചോദിച്ചാൽ ആരാ? വി എസ് അച്യുതാനന്ദൻ. 52ാമത്തെ ചോദ്യം, രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ്? രാജ്ഭവന്റെ പുറത്ത് വെച്ചിട്ട് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേട്ടോ. പിണറായി വിജയൻ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരിക്കും? രാജ്ഭവന് പുറത്ത് വെച്ചിട്ട് അധികാരമേറ്റ ആദ്യത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണത്? വി എസ് അച്യുതാനന്ദൻ അല്ലെ? അച്യുതാനന്ദനാണ്. ഓപ്ഷൻ സി ആണ്, അച്യുതാനന്ദനാണ്. അപ്പോ രാജ്ഭവന് പുറത്ത് വെച്ചിട്ട് അധികാരമേറ്റ ആദ്യത്തെ മുഖ്യമന്ത്രി അച്യുത മേനോൻ അല്ലേ? അച്യുതാനന്ദൻ കേട്ടോ, സോറി, അച്യുതാനന്ദനാണ്. രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ആര്? പിണറായി വിജയൻ. ഇനി 54ാമത്തെ ചോദ്യം, കേരള മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിച്ചാൽ ആരാത്? എ കെ ആന്റണിയാണ്. ഓപ്ഷൻ ഡി ആണ്, എ കെ ആന്റണിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? എ കെ ആന്റണി. 55ാമത്തെ ചോദ്യം, കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം, ചാരായ നിരോധനം എന്നിവ ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം, ചാരായ നിരോധനം എന്നിവ ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരായിരുന്നു? എ കെ ആന്റണിയാണ് അല്ലെ? എ കെ ആന്റണിയാണ്. 56ാമത്തെ ചോദ്യം, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാ അംഗത്വം നഷ്ടമായ രണ്ടാമത്തെ കേരള നിയമസഭാ അംഗം ആരാണ്? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാ അംഗത്വം നഷ്ടമായ രണ്ടാമത്തെ കേരള നിയമസഭാ അംഗമാരാണ്? ആരായിരുന്നു? പി സി ജോർജ് അല്ലെ? പി സി ജോർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വ്യക്തി ആരാ? കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നിയമസഭാ അംഗത്വം നഷ്ടമായ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ അതാരാ? അത് ആർ ബാലകൃഷ്ണപിള്ള കേട്ടോ. ആർ ബാലകൃഷ്ണപിള്ളയാണ്. അപ്പൊ രണ്ടാമത്തത് പി സിയും ഫസ്റ്റത്തത് ആർ ബാലകൃഷ്ണപിള്ളയാണ്. 58ാമത്തെ ചോദ്യം, കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാ? ആർ ശങ്കരനാരായണൻ തമ്പിയാണ്. ഓപ്ഷൻ സി ആണ്, ആർ ശങ്കരനാരായണൻ തമ്പിയാണ് ആദ്യത്തെ സ്പീക്കർ. 59ാമത്തെ ചോദ്യം, കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ ആരായിരുന്നു? കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ ചോദിച്ചാൽ ആരായിരുന്നു? കെ എം സീതി സാഹിബാണ്. ഓപ്ഷൻ ബി ആണ്, കെ എം സീതി സാഹിബാണ്. 60ാമത്തെ ചോദ്യം, പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? ജി കാർത്തികേയനാണ്. ആരാ? ജി കാർത്തികേയനാണ്. ഓപ്ഷൻ ബി ആണ്, ജി കാർത്തികേയൻ. 61ാമത്തെ ചോദ്യം, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തി ആരാ? കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടേം സ്പീക്കർ പദവി വഹിച്ച വ്യക്തി ആരായിരുന്നു? അത് റോസമ്മ പുന്നൂസ് ആണ്. ഓപ്ഷൻ എ ആണ്, റോസമ്മ പുന്നൂസ്. 62, കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? റോസമ്മ പുന്നൂസ് ആണ് അല്ലെ? കേരളത്തിലെ നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ പ്രോട്ടേം സ്പീക്കർ ചോദിച്ചാൽ ആരാ? റോസമ്മ പുന്നൂസ് ആണ്. ഇനി കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? കെ ഒ ഐഷാബായി ആട്ടോ. കെ ഒ ഐഷാബായി.
64ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ സ്പീക്കർ ആയിരുന്ന വ്യക്തി ആരായിരുന്നു? വക്കം പുരുഷോത്തമനാണ്. ഓപ്ഷൻ ഡി ആണ് വക്കം പുരുഷോത്തമൻ. ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ ആയിരുന്ന വ്യക്തിയാണ് ആര്? വക്കം പുരുഷോത്തമൻ. 65 കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ രണ്ടാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? നഫീസത്ത് ബീവി ആട്ടോ. ഓപ്ഷൻ സി ആണ് നഫീസത്ത് ബീവി ആണ്. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? KO ഐഷാബായ്. രണ്ടാമത്തെ ആരാ? നഫീസത്ത് ബീവി. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ ആയിരുന്നു റോസമ്മ പുന്നൂസ്. ഇനി 66ാമത്തെ ചോദ്യം, കാലാവധി തികച്ച ആദ്യത്തെ കേരള സ്പീക്കർ ആരാ? കാലാവധി തികച്ച ആദ്യത്തെ കേരള നിയമസഭയിലെ സ്പീക്കർ ചോദിച്ചാൽ ആരാ? M വിജയകുമാർ ആട്ടോ. ഓപ്ഷൻ എ ആണ് M വിജയകുമാർ. കാലാവധി തികച്ച ആദ്യത്തെ കേരള സ്പീക്കർ ആണ് ആര്? M വിജയകുമാർ. 67ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ജ്യോതി വെങ്കിടാചലം അല്ലെ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ചോദിച്ചാൽ ആരാ? ജ്യോതി വെങ്കിടാചലമാണ്. 68ാമത്തെ ചോദ്യം, ഇനി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തി ആരായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തി ചോദിച്ചാൽ ആരായിരുന്നു? V വിശ്വനാഥൻ അല്ലെ. ഓപ്ഷൻ ഡി ആണ് V വിശ്വനാഥൻ. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ആര്? V വിശ്വനാഥൻ. 69ാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ ആരാണ്? കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? കേരളത്തിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ രാം ദുലാരി സിൻഹയ അല്ലെ. ഓപ്ഷൻ ബി ആണ് രാം ദുലാരി സിൻഹയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ നമ്മൾ പറഞ്ഞു ജ്യോതി വെങ്കിടാചലം. രണ്ടാമത്തെ വനിതാ ഗവർണർ ആണ് ആര്? രാം ദുലാരി സിൻഹ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഗവർണറായ മൂന്നാമത്തെ വനിത ആരാണ്? കേരളത്തിന്റെ ഗവർണറായ മൂന്നാമത്തെ വനിതയാണ് ആര്? മുൻ ഡൽഹിയുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ് ഷീലാ ദീക്ഷിത് അല്ലെ. ഓപ്ഷൻ ബി ആണ് ഷീലാ ദീക്ഷിത്. കേരളത്തിന്റെ ഗവർണറായ മൂന്നാമത്തെ വനിതയാണ് ആര്? ഷീലാ ദീക്ഷിത്. 71ാമത്തെ ചോദ്യം, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ ആരാണ്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ ആരായിരുന്നു? അത് സിക്കന്ദർ ഭക്ത അല്ലെ. ഓപ്ഷൻ ഡി ആണ് സിക്കന്ദർ ഭക്ത ആണ്. അധികാരത്തിലേക്ക് അന്തരിച്ച കേരളത്തിന്റെ ആദ്യത്തെ ഗവർണർ ചോദിച്ചാൽ ആരാ? സിക്കന്ദർ ഭക്ത ആണ്. 72ാമത്തെ ചോദ്യം, അധികാരത്തിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ കേരള ഗവർണർ ആരാണ്? അധികാരത്തിലേക്ക് അന്തരിച്ച രണ്ടാമത്തെ കേരള ഗവർണർ ആരായിരുന്നു? അത് MOH ഫറൂഖ് ആട്ടോ. MOH ഫറൂഖ്. 73 ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളി ആരാണ്? ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ആരായിരുന്നു? അത് VP മേനോൻ ആട്ടോ. ഓപ്ഷൻ എ ആണ് VP മേനോന്. 74 ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഗവർണർ പദവി വഹിച്ച ആദ്യത്തെ മലയാളി വനിത ആരായിരുന്നു? അത് ഫാത്തിമ ബീവി അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഫാത്തിമ ബീവി. 75ാമത്തെ ചോദ്യം, 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിന്റെ ഗവർണർ ആരായിരുന്നു? 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തി ആരായിരുന്നു? NN വാഞ്ചു ആണ്. ഓപ്ഷൻ ബി ആണ് NN വാഞ്ചു ആണ്. 76ാമത്തെ ചോദ്യം, നിലവിലെ കേരളത്തിന്റെ ഗവർണർ ആരാ? നിലവിലെ കേരളത്തിന്റെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ അല്ലെ. ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് കേരളത്തിന്റെ നിലവിലെ ഗവർണർ എന്ന് പറയുന്നത്. 77ാമത്തെ ചോദ്യം, എത്രാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2021 നടന്നത്? എത്രാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2021 നടന്നത്? ഇവിടെ ചെറിയ കോംപ്ലിക്കേറ്റഡ് ഉണ്ട്. അതായത് 2021 നടന്നത് ശരിക്കും 16ാമത്തെ ഇലക്ഷനാണ്. 16ാമത്തെ നിയമസഭാ ഇലക്ഷനാണ് നടന്നത്. പക്ഷെ നിലവിൽ എത്രാമത്തെ നിയമസഭയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് 15ാമത്തെ നിയമസഭയാണ് നിലവിലുള്ളത്. ഒരു വർഷം എന്ത് ചെയ്തിട്ടില്ല? ഇലക്ഷൻ നടത്തിയിട്ട് നിയമസഭ രൂപീകരിച്ചിട്ടില്ല. അപ്പോൾ ആ വർഷം എന്തില്ല? നിയമസഭ ഒഴിച്ചു കഴിഞ്ഞാൽ 15ാമത്തെ നിയമസഭയാണ് നിലവിലുള്ളത്. പക്ഷെ ഇലക്ഷൻ എത്ര നടന്നിട്ടുണ്ട്? 16 ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? PSCയുടെ യുക്തിപരമായിട്ട് നിങ്ങളൊരു ആൻസറിലേക്ക് എത്തിയിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കുള്ള ഫാക്ട് ഇതാണ്. 16 ഇലക്ഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ നിയമസഭ എത്രയേ ഉള്ളൂ? 15 നിയമസഭയേ ഉള്ളൂ. നിലവിൽ 15ാമത്തെ നിയമസഭയാണ് നിലവിലുള്ളത്. 78ാമത്തെ ചോദ്യം, കേരളത്തിൽ 22ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിന്റെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ആര്? പിണറായി വിജയൻ അല്ലെ. ഓപ്ഷൻ എ ആണ് പിണറായി വിജയൻ. കേരളത്തിന്റെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ആര്? പിണറായി വിജയൻ. ഇനി കേരള നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്രയാണ്? കേരള നിയമസഭയിൽ എത്ര തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്? 140
തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉണ്ടാകാറ്. അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയിൽ ആകെ അംഗങ്ങൾ എത്രയായിരിക്കും? തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140 ആണെങ്കിൽ കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ എത്ര തന്നെയാ? അതും 140 തന്നെയാണ് കേട്ടോ, അത് മാറ്റമൊന്നുമില്ല. 141 ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ആംഗ്ലോ ഇന്ത്യൻ്റെ പ്രാതിനിധ്യം എടുത്തു കളഞ്ഞതിന് ശേഷം നിയമസഭയിലെ ഇലക്റ്റഡ് മെമ്പേഴ്സും ആകെ അംഗങ്ങൾ ചോദിച്ചാൽ എത്ര തന്നെയാണ്? 140 തന്നെയാണ്. 81ാമത്തെ ചോദ്യം, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യത്തെ BJP സ്ഥാനാർത്ഥി ആരാണ്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യത്തെ BJP സ്ഥാനാർത്ഥിയാണ് ആര്? O രാജഗോപാൽ അല്ലെ, O രാജഗോപാൽ. ഏതായിരുന്നു മണ്ഡലം? നേമം മണ്ഡലത്തിൽ നിന്നായിരുന്നു അല്ലെ, തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിലായിരുന്നു ആര് ഇലക്ട് ചെയ്തത്? O രാജഗോപാൽ വിജയിച്ചത്. 82ാമത്തെ ചോദ്യം, 15ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേടിയ ആകെ സീറ്റുകൾ എത്രയാണ്? 15ാം കേരള നിയമസഭയിൽ, അതായത് 16ാമത്തെ ഇലക്ഷനിൽ LDF നേടിയ ആകെ സീറ്റുകൾ എത്രയാന്ന് ചോദിച്ചാൽ എത്രയായിരുന്നു? 99 സീറ്റുകളായിരുന്നു അല്ലെ. ഓപ്ഷൻ ഡി ആണ്, 99 സീറ്റുകളായിരുന്നു ആര് നേടിയത്? LDF നേടിയത്. 83ാമത്തെ ചോദ്യം, പ്രഥമ കേരള സഭയുടെ വേദി എവിടെയാണ്? പ്രഥമ ലോക കേരള സഭയുടെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമാണ് അല്ലെ. ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരമാണ്. 84 പ്രഥമ ലോക കേരള സഭ നടന്നതെന്ന്. പ്രഥമ ലോക കേരള സഭ നടന്ന തീയതി എന്നായിരുന്നു 2018 ജനുവരി 12-നാട്ടോ. 2018 ജനുവരി 12-നാണ്. 85 പ്രഥമ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തതാരാണ്? പ്രഥമ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തതാരാണ്? ആരായിരുന്നു? പിണറായി വിജയനാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ്, പിണറായി വിജയനാണ്. 86 പ്രഥമ ലോക കേരള സഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു? പ്രഥമ ലോക കേരള സഭയുടെ ആപ്തവാക്യം ചോദിച്ചാൽ എന്തായിരുന്നു? ഒന്നിക്കാം, സംവദിക്കാം, മുന്നേറാം. 87ാമത്തെ ചോദ്യം, പ്രഥമ ലോക കേരള സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? പ്രഥമ ലോക കേരള സഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 351 അംഗങ്ങളായിരുന്നു പങ്കെടുത്തത്. ഇതിൽ നമ്മുടെ സംസ്ഥാനത്തെ MLA മാർ അതുപോലെ MP മാരൊക്കെ എന്തിൽ അംഗമാണ്? നമ്മുടെ കേരള സഭയിൽ അംഗമാണ്. അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാസികൾ അവരൊക്കെയാണ് ലോക കേരള സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. 88ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതായിരുന്നു? ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് EMS അടങ്ങിയ നേതൃത്വം നൽകിയ പ്രസ്ഥാനമായിരുന്നു ഇത് ഐക്യ കേരള പ്രസ്ഥാനം അല്ലെ. ഓപ്ഷൻ എ ആണ്, ഐക്യ കേരള പ്രസ്ഥാനം. 89ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്? EMS നമ്പൂതിരിപ്പാട്. ഇനി ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ചിട്ട് പിരിച്ചുവിട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യയിൽ ഒരു ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പിരിച്ചുവിട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാ? അത് EMS നമ്പൂതിരിപ്പാടാട്ടോ. EMS നമ്പൂതിരിപ്പാടാണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് ചോദിച്ചാൽ ഏതായിരുന്നു? അത് 14ാം നിയമസഭാ തെരഞ്ഞെടുപ്പാട്ടോ. ഓപ്ഷൻ ബി ആണ്, 14ാം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്.